ഏതൊരു എഴുത്തുകാരനും ഒരു ആസ്വാദന വേദി ഒരുക്കുമ്പോൾ നല്ലത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മൈക്ക് മുമ്പിൽ വരുമ്പോൾ നല്ലത് പറയണമെന്ന് വിചാരിച്ച എല്ലാവരും വരുന്നത്. നല്ലത് പറയാനില്ല എന്ന് ധൈര്യമായിട്ട് പറയാൻ സാധിച്ചാൽ സാം എന്നോട് വിരോധം ഉണ്ടാവും. സാമിന്റെ മുമ്പിലൊരു ഗ്രന്ഥം ഞാൻ വായിച്ചിരുന്ന വിമർശനം പറഞ്ഞിരുന്നു. ഇതും ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ട് എനിക്ക് PDF ഫയൽ അയച്ചെന്നത് ഞാൻ വായിക്കാൻ കഴിയും. ഇന്നാണ് വായിച്ചതാണ്. സാമിന്റെ ജീവിതത്തിന്റെ ചില അംശങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനും സാമും ഏതാണ്ട് ഒരേ കാലഘട്ടത്തിൽ ചില മൂവ്മെന്റ്സിലൂടെ നീങ്ങിപ്പോയത് 70കളുടെയും 80കളുടെയും ഇടയിലായിട്ട് സമാർക്കുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നവരാണ്. ഒരു 70s, 80s, 90s എഴുത്തുകാർ. അതൊരു കാറ്റഗറിയാണ്. അതായത് ആ കാറ്റഗറിയിൽ പെടുന്ന ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് സാം ഒരുപാട് വൈകല്യങ്ങൾ, ചിന്താപരമായ വൈകല്യങ്ങൾ കൂടെ നടക്കുന്നുണ്ട്. അത് സാമിന്റെ പ്രശ്നമല്ല. കേരളത്തിൽ 70കളുടെയും 80കളുടെയും ഇടയ്ക്ക് തിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടന്നിട്ടുള്ള കാലഘട്ടമാണ്. എടുത്തു പറയാൻ ലിബറേഷൻ തിയോളജി. അപ്പൊ ഒരു കറതീർന്ന കമ്മ്യൂണിസ്റ്റ് സംസ്കാരം ഉണ്ടായിരുന്ന കേരളത്തിൽ ലിബറേഷൻ തിയോളജിയുടെ ഇമ്പോർട്ടിങ് ലാറ്റിൻ അമേരിക്കയിൽ നടക്കുകയും അതിന്റെ സോഷ്യൽ റോളിനെ ഞാൻ നിഷേധിക്കുകയല്ല. സാമിന്റെ ബുക്കുമായിട്ട് ഇത് എന്താണ് ബന്ധം എന്ന് ഒരുപക്ഷെ ആലോചിക്കാം. ഞാൻ പറയുന്നത് ഒരു ഫ്രാഗ്മെന്റഡ് റൈറ്ററിന്റെ ഒരു എല്ലാ വിധത്തിലുള്ള ഇംപെർഫെക്ഷൻസ് ഈ ബുക്കിനകത്ത് കാണാൻ കഴിയും. ഈ ബുക്ക് ഒരു വശത്ത് പറയുകയാണെങ്കിൽ തിയോളജിക്കൽ ഡിസ്കോഴ്സ് അപൂർണമാക്കുന്നു, ഹിസ്റ്റോറിക്കൽ ഡിസ്കഷൻസ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പോളിറ്റിക്സ് പൂർണ്ണമാക്കുന്നില്ല. യാത്രാകരണപരമായ ലിറ്റററി ക്വാളിറ്റിയും വളരെയധികം ശുഷ്കമാണെന്ന് പറയുമ്പോൾ ഷാമിനോട് ക്ഷമിക്കണം. ഒന്നുകിൽ അത് ഒരു ലിറ്റററി വാല്യൂ ഉള്ള ക്രിയേറ്റീവ് റൈറ്റിംഗിന്റെ മേഖലയിൽ നിന്നുകൊണ്ട് യാത്രാകരണം നടത്താമായിരുന്നു പൂർണ്ണമായും. ഒരുപാട് സംഭവങ്ങൾ ഇസ്രായേലിനെ കുറിച്ച് പറയാനുണ്ട്. വൺ ഓഫ് ദി മോസ്റ്റ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഞാൻ ഇസ്രായേലിനെ പക്ഷം ചെയ്യുന്ന ആളല്ല സ്പെഷ്യലി. എങ്കിലും അത്തരം കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ അതിന്റെ മനോഹാരിത വിവരിക്കാം. അവിടുത്തെ ആളുകളുമായിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ, കോൺവെർസേഷൻസിലൂടെ അത് നടന്നിട്ടില്ല ഒരിക്കലും. അതൊരു യാത്രാക്കാരന്റെ ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. ഹി മസ്റ്റ് ടോക്ക് ടു ദ പീപ്പിൾ. അപ്പൊ അത് വളരെ ശബ്ദങ്ങൾ വളരെ കുറവാണ് പുസ്തകത്തിൽ. എക്സെപ്റ്റ് ഫോർ ദാറ്റ് പലസ്തീനോട് സംസാരിക്കുന്ന ഒരു യുവനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ എല്ലാം ഓർക്കുന്നില്ല, കാരണം രാവിലെ പെട്ടെന്ന് ഓടിച്ച് വായിക്കുകയായിരുന്നു പല കാരണങ്ങളുണ്ട്. ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ഹോബ്സ്ബോമിന്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെ പറയുന്നത് അദ്ദേഹം ഇസ്രായേലും കൂടെയാണ്. അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ആക്ച്വലി എറിക് ഹോബ്സ്ബോം ഈസ് എ ജൂ. ആക്ച്വലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഹിസ്റ്റോറിയൻ ആഫ്റ്റർ 91. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ കൂടെയാണ്. അപ്പൊ അദ്ദേഹം പാലസ്തീനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വായിക്കുകയായിരുന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരൻ വായിച്ചിരിക്കുന്ന ചില ചരിത്ര പുസ്തകങ്ങളാണ് എറിക് ഹോബ്സ്ബോമിന്റെ. അപ്പൊ ഒരിക്കലും ഒപ്രസ്ഡ് ആയിട്ടുള്ള പലസ്തീൻസിനെ മറന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വലിയൊരു മിത്ത് ലോകത്ത് കിടക്കുന്നത്, അതായത് തിയോളജിക്കൽ മിത്താണ്. കാരണം ദേ ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നുള്ള ആ ഒരു മിത്ത് എപ്പോഴും എല്ലാ ക്രിസ്ത്യാനിയും ബൈ മിസ്റ്റേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് റോങ് റീഡിംഗ് ഓഫ് തിയോളജിയാണ്, റോങ് റീഡിംഗ് ഓഫ് ബൈബിൾ. ബൈബിളിൽ തന്നെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്, അതിൽ വലിയ കുഴപ്പങ്ങൾ സാമ്പത്തിക പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കറക്റ്റ് പെർസ്പെക്റ്റീവ് കിട്ടാൻ ഒരു കലിനോസ്കോപ്പിക് വ്യൂ മാത്രമേ ഈ പുസ്തകം തരുന്നുള്ളൂ. അതായത് നമ്മൾ ആ കലിനോസ്കോപ്പ് നോക്കുന്നുണ്ടെ പല രൂപങ്ങൾ കടന്നിട്ടുണ്ട്. അതിനകത്തൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ തുടങ്ങുന്നത്. അത്തരം കാലഘട്ടം റൈറ്റേഴ്സ് ഇടത്തു പോകണോ വലത്തു പോകണോ അതോ നേരെയുള്ള മതമാർഗങ്ങൾ പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഈ പുസ്തകത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം എനിക്ക് വളരെ കുറച്ച് പറയാനുള്ളത്, കാരണം ഇതേ എനിക്ക് പറയാനുള്ളൂ. കാരണം either you stick to a literary value or അതിനൊരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആക്കി എല്ലാ വശങ്ങളും കൊണ്ടുവരിക. ലെഫ്റ്റോ റൈറ്റോ സെൻട്രിസ്റ്റോ ആയിക്കോട്ടെ. അപ്പൊ അത് കിട്ടുന്നില്ല. എവിടെ നോക്കിയ ചില കാര്യങ്ങൾ കൊണ്ടുവരികയും അതിനെ
ടൈലർ ചെയ്ത് വെക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ പുസ്തകത്തിലുണ്ട്. ഇത്രയും പ്രശ്നം പാടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എങ്കിലും വളരെ എക്സ്പീരിയൻസ് ലെവലിൽ നിന്നുകൊണ്ട് ഒരു അവലോകനം നടത്തിയെന്നുള്ളൂ. സാമിന്റെ വളരെ നല്ല സുഹൃത്താണ് ആന്റണി മാർക്കസിനോട് പറഞ്ഞത്. ഹിസ് എ ഗ്രേറ്റ് മാൻ. താങ്ക് യു സോ മച്ച്. മുമ്പേ അതോ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാനൊരു ചെറിയ കാര്യം പ്രൊഫസറെ പറഞ്ഞിരുന്നു. ഈ കുട്ടി വിളിച്ചു പറഞ്ഞു, രാജാവേ നിങ്ങൾ നഗ്നനാണ്. രാജാവേ നഗ്നനാണ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഒരു ധൈര്യം നമ്മൾ ഓരോ വായനക്കാരനും കാണിക്കേണ്ടതാണ്. എന്തിനാണ്? രാജാവിന്റെ വസ്ത്രം ധരിപ്പിക്കാനാണ്. രാജാവിന്റെ ധാരണ ഇപ്പോഴും അദ്ദേഹം വിവസ്ത്രനല്ലെന്നാണ്. അപ്പൊ രാജാവിന് വസ്ത്രം ധരിപ്പിച്ചെങ്കിലേ നമ്മൾ രാജാവിന്റെ പക്ഷക്കാരനാവുള്ളൂ. ആ കടമ ഈ വായനക്കാരൻ പാലിച്ചില്ലെങ്കിൽ, വെറുതെ ചാലിച്ച് കുറെ ചന്ദനമൊക്കെ പുരട്ടി കൊടുത്തിട്ട് അങ്ങോട്ട് സാം പൊയ്ക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് നാശത്തിലേക്ക് കൊണ്ടുപോകാണ് വായനക്കാർ ചെയ്യുന്നത്. അതല്ല വേണ്ടത്. മറിച്ച് ഇപ്പൊ പ്രൊഫസർ ചെയ്തിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചരിത്ര ദൗത്യം അദ്ദേഹത്തിന് വളരെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ഒന്നിലും പെടുത്താൻ പറ്റാത്ത തരത്തിലേക്കാണ്. അപ്പൊ വായനയുടെ ദാരിദ്ര്യമുണ്ട്, സാഹിത്യപരമായിട്ടുള്ള കഴിവുകളിൽ അദ്ദേഹം എന്തായാലും സന്തോഷിക്കുന്നതായിരിക്കും. സാം സ്വന്തം സുഹൃത്തിൽ നിന്ന് തന്നെ ഇത്രയും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള, ഞാനതിനെ ഇതിന്റെ ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ഞാനതിനെ കാണാൻ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ചർച്ചയിലാണ് അദ്ദേഹം പങ്കെടുത്തത്. വ്യക്തമാണ് ചർച്ച, ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല. അടുത്തതായി ശ്രീ പ്രിൻസ്റ്റൺ